കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിയ പ്രൊസീജിയേഴ്സ് ആണ് അല്ലേ. ആദ്യം തന്നെ ഫോമിൻ്റെ ഒരു പ്രിന്റഡ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടർ വഴി ഡൗൺലോഡ് ചെയ്യണം PDF, എന്നിട്ട് പ്രിന്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് പിന്നെ നമ്മൾ കയറ്റണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു സിമ്പിൾ ആപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ ഹെൽപ്പോട് കൂടെ ഫോംസ് ഫില്ല് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം തന്നെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റാക്കി അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫോംസ് മൊബൈൽ യൂസ് ചെയ്ത്, മൊബൈലിലുള്ള ഒരു ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ഫില്ല് ചെയ്യാം, സൈൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഓരോ കാര്യത്തിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, ഇതിന് നമ്മളെ സഹായിക്കുന്ന ആപ്പിൻ്റെ പേര് അഡോബ് ഫിൽ ആൻഡ് സൈൻ എന്നാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫിൽ ആൻഡ് സൈൻ എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ്, വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഓൾറെഡി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ആക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഫയലിൻ്റെ ഐക്കണാണ് ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എഴുതിയിട്ടുണ്ടാവും സെലക്ട് ദ ഫോം ഓഫ് ഫയൽ എന്നുണ്ടാവും. അതിൻ്റെ അകത്ത് PDF ഫയലുണ്ട്, അതുപോലെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ടേക്ക് എ ഫോട്ടോ. അതായത് 3 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള PDF ഫയൽസ് ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ഗാലറിയിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഫോമിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ ആ ഫോം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് അത് വേണം ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല, ഇപ്പം ഒരു ഫോം നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് മൊബൈൽ യൂസ് ചെയ്ത് എടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് കയ്യിലുള്ള വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിലൊരു സാമ്പിൾ ഫോം ഉണ്ട്, അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഫയൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതി ചേർക്കാവുന്നതുണ്ട്, ചിലത് ടിക്ക് മാർക്ക് അങ്ങനെ മാറ്റാവുന്നുണ്ട്, അതുപോലെ സൈനിങ് പോർഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ഫോമിൽ കാര്യങ്ങൾ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ മെമ്പർഷിപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊന്ന് കാണുന്നുണ്ട്. അത് ഈ ഒരു ഓപ്ഷൻ ഇപ്പം നമുക്ക് വേണ്ട ഒരു ഫയലല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണുകയാണ്. അപ്പോൾ ഇത് ടിക്ക് കോളത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ടിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു കോളം മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ടിക്ക് ഓപ്ഷനുള്ള കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് യെസ് ഓർ നോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോളത്തിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് യെസ് ആണെങ്കിൽ ടിക്ക് മാർക്കും, റോങ് ആണെങ്കിൽ അതിൻ്റെ ചിഹ്നവും നമുക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ടിക്ക് മാർക്കാണ് കൊടുക്കുന്നത്. പ്രസ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത സമയത്ത് അവിടെ വന്നു കഴിഞ്ഞു. എനിക്കിത് വേണ്ടത് തെറ്റിപ്പോയി, ഈ ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് കിടക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടിക്ക് ഇട്ട ഭാഗത്ത് ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട്, നമുക്കറിയാം വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ചിഹ്നമാണ് ഡിലീറ്റിന് വേണ്ടി നമ്മൾ പൊതുവേ കൊടുക്കുന്നത്, ആ ഒരു ചിഹ്നത്തിൽ പ്രസ് ചെയ്യാം. ഇപ്പം അത് പോയിട്ടുണ്ട്. അതുപോലെ പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മൾ സാധാരണ മെസ്സേജ് ചെയ്യുന്ന സമയത്തും ഓരോ ഡീറ്റെയിൽസ് ഫോണിലേക്കൊക്കെ സേവ് ചെയ്യുന്ന സമയത്തും നമ്മൾ കീപാഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അതേപോലെ നമുക്ക് എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത് അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് ഡാറ്റാസ്. നമുക്കിവിടെ തന്നെ ക്യാപിറ്റൽ കൊടുക്കണോ, ലെറ്റേഴ്സ് സ്മോൾ ലെറ്റർ കൊടുക്കണോ, അതുപോലെ ഡിലീറ്റ് ചെയ്യണോ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നെയിമിൻ്റെ സ്ഥാനത്ത് ഞാനൊരു പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിപ്പോൾ വലിയൊരു സൈസാണ്, ആ ഒരു ബോക്സിനകത്ത് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയാണോ വേണ്ടത് അവിടേക്ക് പിടിച്ച് മാറ്റിയിടാവുന്നതാണ്. മാത്രമല്ല അവിടെ ആരോ കീ കാണാം, അതിൽ പിടിച്ചിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഓരോ കോളംസിലും എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് യെസ് ഓർ നോ ഓപ്ഷൻസ് ഉള്ള കോളംസ് ഫില്ല് ചെയ്യേണ്ടത്, അതേപോലെ നെയിംസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ഒരു പോർഷനും കൂടി ഫോമിലുള്ളത് നമ്മൾ സൈൻ ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് സൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. മേൽഭാഗത്തായിട്ട് പെന്നിൻ്റെ ഒരു സിമ്പിൾ കാണാം. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ക്രിയേറ്റ് ഇനീഷ്യൽസ് എന്ന് കാണാം. ക്രിയേറ്റ് സിഗ്നേച്ചർ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്.
അതിനുശേഷം ഡൺ എന്നുള്ള കീ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫോമിലേക്ക് തന്നെ തിരിച്ചു വന്നു. സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ നെയിമൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ബോക്സ് വരും. ഇതിനകത്താണ് സിഗ്നേച്ചർ ആണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സും ഒക്കെ വരുന്നത്. ഇവിടെ ഒരു ബോക്സ് അപ്പിയർ ആയതിനു ശേഷം വീണ്ടും പെന്നിൻ്റെ ആ ഒരു ചിത്രം പ്രസ് ചെയ്യാം. ഇപ്പം നമ്മുടെ സൈനും ഉണ്ട് മേളിൽ. ആ സൈനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആ സൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. സൈസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതിനുശേഷം പുറത്ത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സൈൻ അവിടെ വന്നിട്ടുണ്ടാവും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫോംസ് എല്ലാം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫോം ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്സപ്പ് വഴിയാണെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. ഇല്ല മെയിൽ വഴി അയക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഫോം ഫില്ല് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കൊടുക്കുക, ആ സമയത്തൊക്കെ ഇത് പെട്ടെന്ന് എന്താണ്, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് ഇടുക. കൂടുതൽ അറിവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ. Bye.